ഇടുക്കി വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ഭരണസ്തംഭനമാണ് എന്ന ആരോപണവുമായി UDF അംഗങ്ങൾ. ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഭരണസമിതി ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പരാതി. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അതീവ പരിസ്ഥിതിലോല മേഖലയായ ചൊക്രമുടി മലനിരയിലെ പുൽമേടുകൾ വ്യാജരേഖ ചമച്ച് മുൻ CPM പ്രവർത്തകനും CPI നേതാവുമായിരുന്ന MR രാമകൃഷ്ണൻ കൈവശപ്പെടുത്തുകയും അടിമാലി സ്വദേശിക്ക് മുറിച്ചു വിൽക്കുകയും ചെയ്തതായി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരേതനായ KM വർഗീസിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് CPI ചിന്നക്കനാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് MR രാമകൃഷ്ണൻ 7 ലക്ഷം രൂപയ്ക്ക് 12 ഏക്കർ ഭൂമിയുടെ വിൽപ്പന നടത്തിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. CPMന്റെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കുറെ ഭൂമി വളഞ്ഞിടുകയും അതിന് വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു 7 ലക്ഷം രൂപയ്ക്ക് 12-14 ഏക്കർ സ്ഥലം പുള്ളി വ്യാജരേഖ ഉണ്ടാക്കി വിറ്റതായിട്ടൊരു രേഖയൊക്കെ മാധ്യമങ്ങളിൽ കൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഗ്യാപ്പ് റോഡ് തൊട്ട് ഒറ്റമരം വരെയും ഈ ചൊക്കമുടിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇവിടുത്തെ വ്യക്തികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും കയ്യേറിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും MKM വർഗീസിന്റെ കയ്യിൽ നിന്നും വില കൊടുത്താണ് ഏക്കറിന് 600 രൂപ വീതം 20 ഏക്കറിന് 12,000 രൂപ നൽകി 1984 വാങ്ങിയതാണെന്നും MR രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഭൂമിയുടെ പട്ടയ സാധ്യതകളും കൈവശരേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.